ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് പോകുന്നത് മറയൂർ വഴി കാന്തല്ലൂരിലോട്ടാട്ടോ. അപ്പം കാന്തല്ലൂരും എൻ്റെ ഫസ്റ്റ് റൂട്ടാണ്. ഞാൻ ഇതുവരെ കാന്തല്ലൂർ ആ റൂട്ടിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മറയൂർ എത്തിക്കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ കാന്തല്ലൂരിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നിങ്ങളെയും കൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കാന്തല്ലൂർ ശരിക്കും ഒരു ഗ്രാമം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം അവർ കൃഷി ചെയ്ത് അവരത് എന്താ പറയുക, വിറ്റ് അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ഒരു കൂട്ടം ശരിക്കും പക്ക ഒരു ഗ്രാമപ്രദേശമാണ് കാന്തല്ലൂർ. അപ്പോൾ പോകുന്ന വഴികളൊക്കെ തന്നെയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, കാടുകളും മലകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ താണ്ടിയാണ് നമ്മൾ കാന്തല്ലൂർ എത്തുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് അവിടെ കൃഷി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കാന്തല്ലൂർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്നിട്ട് അവിടെ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ഒരുമിച്ച് യാത്രകളെല്ലാം കണ്ടുപോകാവേ. നല്ല വെയിലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ പോയ സമയം ഇതായതുകൊണ്ടായിരിക്കാം നല്ല വെയിലാണ്. പക്ഷേ ഞങ്ങൾക്കൊരു മഴ കിട്ടി. അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതേ ഉള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു മഴ കിട്ടിയായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു നമ്മൾ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന അങ്ങനെ ഒരു ഫീലാണ് മറയൂർ ടു കാന്തല്ലൂർ. മൂന്നാർ ഓരോ റൂട്ടിനും ഓരോരോ ഭംഗിയാണ്, ഓരോരോ പ്രത്യേകതയാണ്. അതായത് മൂന്നാർ ടു മറയൂർ മുഴുവൻ ചന്ദനത്തിൻ്റെ ഏരിയ ആണെങ്കിൽ മറയൂർ ടു കാന്തല്ലൂർ ഇങ്ങനെ എന്താ പറയുക, മലകളും അതുപോലെ തന്നെ ശരിക്കും ഒരു ഗ്രാമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ്. ആകാശമൊക്കെ കാണാൻ നല്ല രസമില്ലേ. ശരിക്കും നമ്മളൊരു ക്യാൻവാസിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നില്ലേ, ആ ഒരു പ്രതീതി കേട്ടോ നമുക്കിങ്ങനെ പോകുമ്പോൾ കിട്ടുന്നത്. ഇതൊക്കെ കണ്ട് ശരിക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വീഡിയോസിൽ എത്രമാത്രം അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നേരിട്ടത് കാണുമ്പോൾ ശരിക്കും ഒരു പടം വരച്ച് വെച്ചേക്കുന്ന ആ ഒരു പ്രതീതി കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ മറയൂർ ടു കാന്തല്ലൂർ. അത്യാവശ്യം വലിയ ദൂരമില്ല, എന്നാൽ കുറച്ച് ദൂരമുണ്ട് താനും. അപ്പോൾ പിന്നെ കാന്തല്ലൂർ വലിയ എന്താ പറയുക, ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. വേറെയും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ കാണുമായിരിക്കും കാന്തല്ലൂർ. പക്ഷേ ഞങ്ങൾക്ക് അധികമൊന്നും അവിടെ കാണാനായിട്ട് കിട്ടിയില്ല കേട്ടോ. കാണാനായിട്ട് കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് തിരക്കി പോയില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ കൂടുതലും ചോദിച്ചവരൊക്കെ പറഞ്ഞതും ഇവിടം വരെ നമുക്ക് കാന്തല്ലൂർ പോകാൻ പറ്റത്തുള്ളൂ, പിന്നെ അങ്ങോട്ടൊക്കെ അവരുടെ ഗ്രാമങ്ങളാണ്, അവിടെ ഒന്നും കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സിപ്പ് ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സിന് ഇന്ന് സീസണല്ലായിരുന്നു. അതും ഇപ്പം യാത്ര ചെയ്യുന്നവർക്ക് അതൊന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അവർ പറഞ്ഞ ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെയാണ് അവിടെ ഫ്രൂട്ട്സിൻ്റെ സീസണെല്ലാം, ബെറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എന്താ പറയുക, ശർക്കര ഫാക്ടറി, മറയൂർ ശർക്കര, അതിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കയറി കാണുക. പിന്നെന്താ, അപ്പം മൂന്നാറൊക്കെ വരുന്നവർ ഈ റൂട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മൂന്നാറൊക്കെ വന്നു കഴിയുമ്പോൾ മറയൂർ, കാന്തല്ലൂർ ആ ഭാഗമൊക്കെ കവർ ചെയ്ത് പോകുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഫൈനലി നമ്മൾ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം. ഇതൊരു ഫാമാണ്. ഞങ്ങളാകെ കാന്തല്ലൂർ കണ്ടത് ഈ ഫാമാണ്. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാന്തല്ലൂർ ഓൾറെഡി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ മൂപ്പൻസ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലാണ് എത്തിപ്പെട്ടത്. അപ്പോൾ അവിടെ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടൊരു ചേച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഓൺ വോയിസിൽ തന്നെ ഇടുവാണ്. പ്രത്യേകിച്ച് അവിടെയൊന്നും വോയിസ് കൊടുക്കാനില്ല. ഇനിയിപ്പം ഇവിടെ കൃഷികളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ചേച്ചി പറഞ്ഞു തന്നെ കേൾക്കാം. അതല്ലല്ലോ 13 കൊല്ലത്തെ ആയിട്ടുള്ളൂ. 100 കൊല്ലോ? ഇത് മുസാമ്പി 100 കൊല്ലം കഴിഞ്ഞ് പൂക്കും. ഇത് നമ്മൾ ആദ്യത്തെ വെസഡാപ്പിൾ എന്ന് അറിയില്ലേ, മെക്സിക്കൻ ചെരിമോയ. ഒരു കായ് 2 കിലോ 1.5 കിലോ കാണും. ഇത് നിങ്ങൾ പേരയ്ക്ക് അച്ചാറിടാനായിട്ട്. അതെ, ഇച്ചിരി പുളി മധുരം. അത് പറിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഓറഞ്ച്, സാധാ ഓറഞ്ച്. ഇത് ചിഞ്ചർ ടോർച്ച് ഫ്ലവർ. ആണോ? പിന്നെ ഇപ്പം എല്ലാ വീട്ടിൽ കൂടെ ഉണ്ടാകും.
ഇത് സ്ട്രോബെറി പേരയ്ക്ക. ആ ഇത് ഡ്രാഗൺ ട്രീ. ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, ഒരു വെള്ളത്തിൽ ഒരു ദിവസം വൈറ്റ് കളർ പൂ തന്നെ ഉണ്ടാകും ഏപ്രിൽ മെയില്. അപ്പോൾ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് ഡ്രാഗൺ ഫ്ലവർ. അതെന്നാണ് പേരക്ക? അത് സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര. പേര ഉണ്ടല്ലോ അതുപോലെ അത് റെഡ് കളറിൽ കാണും. ഇത് പിയർ. ആ പിയർ മറ്റേ സബർജിൽ പോലത്തെ വേറൊരു. ആ ഈ റൂമിന് ആപ്പോസിറ്റിലാണ് നിൽക്കുന്നത് പിസ്ത മരം. ഈ കപ്പല പോലെ ഉള്ളത്. ഈ വല കെട്ടിട്ടുള്ള ആപ്പിൾ. ആ ഇലയിന് ഉള്ളിൽ കണ്ടോ കായ് കണ്ടോ? ഇത് നെട്രിൻ. നെട്രിൻ ആപ്പിൾ പോലത്തെ ഒട്ടിച്ച്. ആ മനസ്സിലായി. ഇത് പ്ലം വെച്ച് മുകളിൽ ചെറിയ പച്ചക്കായ ഉണ്ട്. കൊച്ചിനെ കയ്യിൽ പിടിച്ച് ആ പിടിച്ചോടാ, ഒന്ന് പിടിച്ചോടാ. പിന്നെ ഇത് വന്നിട്ട് കാക്ക ഫ്രൂട്ട്. ആ കാക്ക ഫ്രൂട്ട് എന്ന് പറഞ്ഞോണ്ട് നീ ഓർക്കുന്നില്ല, ഒരു മഞ്ഞ ഫ്രൂട്ട് നീ ഒരിക്കൽ മേടിച്ചിട്ടുണ്ടടാ. ഇവിടെ ഇവിടെ ഒരു മഞ്ഞ കളർ നീ ഒരു ദിവസം മേടിച്ചോണ്ട് വന്നിട്ട് കഴിച്ചതാ. ആ ആ നീ കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം ഞാൻ വന്ന സമയത്ത്. ഞാൻ അല്ല കായില്ല. മഞ്ഞ കളറാ, മഞ്ഞ. കൊച്ചിനെ പിടിച്ചോണേ. പൽക്കാനകത്ത് മഞ്ഞ. ആ അവളെ പിടിച്ചോണേ. ഇടത്ത് എന്നോട് അവളെ ഒന്ന് പിടിച്ചോടാ. അച്ഛൻ പിടിക്കും പൊഞ്ഞിനെ. ആ ഇറങ്ങാൻ പറ്റും. അത് ചെരിമോയ. നമ്മൾ ആത്തച്ചക്ക ഗസഡാപ്പിൾ പറഞ്ഞില്ലേ, കസ്റ്റാർഡ് ആപ്പിള്. അതായത് മുകളിലെ സേലും ഉണ്ട്. ഈ കോല് കുത്തിയെടുക്കെല്ലാം ബ്ലാക്ക് ബെറി. ഇത് 1 കിലോ ഫ്രൂട്ട്സ് വന്നിട്ട് 1000 രൂപ വെച്ച് കൊടുത്തത്. ഇപ്പൊ സീസൺ കഴിഞ്ഞു. വൈന് 1 ലിറ്റർ 1500 വെച്ച് കൊടുത്തതാണ്. ബ്ലാക്ക് ബെറി വൈന് ആൽക്കഹോളില്ലാത്ത വൈനാണ്. ഈ ഇടയ്ക്ക് നിൽക്കുന്നതെല്ലാം ആപ്പിളുകള്. ഇത് യെല്ലോ സപ്പോട്ട. ഏതേ ബ്ലാക്ക് ബെറി ഏപ്രിൽ മെയില. അത് ഓറഞ്ച് കണ്ടോ, മഞ്ഞ ഓറഞ്ച് ഉണ്ട്. ആപ്പിൾ ചാമ്പ. ഇങ്ങോട്ടോ അവിടെ വീഴുവേ. അത് തൊപ്പി വെച്ചോട്ടാ തലയിലോ? വെയിലാ. വെയിൽ. തല തൊപ്പി വെച്ച പനി വരും. എന്റെ അമ്മേ, തൊപ്പി വെച്ചോ. ഇത് മറത്തക്കാലി. ഇത് ലാവൻഡർ ഫ്ലവർ. കണ്ടിട്ട് വരാം. ഇത് നീലക്കുറിഞ്ഞി 12 കൊല്ലത്തെ. അതാണ് നീലക്കുറിഞ്ഞി. 2018 2030 ഇനി പോക്കത്തുള്ളൂ. പൊന്ന തല തൊപ്പി വെച്ചേ. ഇതിവിടെ 2018 പൂത്തത്. അതെ ഇനി 2030 പൊന്ന തല തൊപ്പി വെച്ചേ. ഇത് ഡാൻസിങ്. ഇത് വന്നിട്ട് ഒരു വെറൈറ്റിയാണ് ആപ്പിൾ. ജബർജിൽ പോലെ നീണ്ടിട്ടുണ്ടാക്കാം. ഇത് ഇവിടെ ഈ കമ്പിയില്ല. തൊപ്പി കൊടുക്ക്. ഓറഞ്ച്. ഇതെല്ലാം ആപ്പിളുകൾ തന്നെ. ഈ കമ്പി വെച്ചെടുക്കുന്നതെല്ലാം ആപ്പിളുകൾ തന്നെ. ഇതെന്താണെന്നറിയോ ഈ കമ്പി? ഇത് വന്നിട്ട് ആപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് വള കെട്ടാനായിട്ട് ഉള്ള ഒരു കമ്പി, ഒരു സപ്പോർട്ട് ചെയ്തിട്ട്. ഈ വള്ളി വന്നിട്ട് ഇതിൽ ഇറങ്ങി വാ. കിവി ഏതാ? വള്ളി. ആ ചെറുത്. തൊപ്പി എടുക്കായിരുന്ന ചേച്ചി ഓറഞ്ച് തരും. പച്ച ഓറഞ്ചേ ഉള്ളൂ. കൊച്ചിന് ഓറഞ്ച് അമ്മ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, തരാം. ബാ. കൊച്ചിന് ക്ഷീണായിപ്പോയി, ഛർദിച്ച്. ഇത് പച്ചയാ. ആ ഇത് പച്ചയാടാ.